നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +1 ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ കുറച്ച് ടോപ്പിക്സ് ആണ്. അതിനകത്ത് ഫസ്റ്റ് നമ്മൾ ആംഗിൾസിന് മെഷർ ചെയ്യുന്നത് 2 യൂണിറ്റ് ഉണ്ട്. ഒന്ന് ഡിഗ്രി മെഷർ, 2 റേഡിയൻ മെഷർ. ഇനി ഡിഗ്രി മെഷറിനെ എങ്ങനെ റേഡിയൻ മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യാം, അതുപോലെ തന്നെ റേഡിയൻ മെഷറിനെ എങ്ങനെ ഡിഗ്രി മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യാം, ഇതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അറിയാം, ഒരു ആംഗിൾ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ 2 റേസ് കൂടി ചേരുമ്പോഴാണ് എന്താ ഉണ്ടാകുന്നത്, ആംഗിൾ ഉണ്ടാകുന്നത്. ഈ ഒരു പോർഷനിൽ വരുന്ന മെഷർമെൻറ്റിനെയാണ് നമ്മൾ ആംഗിൾ എന്ന് പറയുന്നത്. നമ്മൾ നോർമലി പ്രൊട്രാക്ടർ വെച്ച് അളക്കുന്നത് എത്ര, ഡിഗ്രി മെഷർമെൻ്റ് ആണ്. അതായത് ഇപ്പോൾ 30 ഡിഗ്രി ആണെങ്കിൽ ഇത് 30 ഡിഗ്രി എന്ന് എഴുതും. റേഡിയൻ മെഷർ എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആണ്. ഡിഗ്രി മെഷർമെൻറ്റ് നമുക്കറിയാം. ഡിഗ്രി മെഷർമെൻറ്റ് നോർമലി നമ്മളെങ്ങനെയാണ് 30 ഡിഗ്രി അല്ലെങ്കിൽ 60 ഡിഗ്രി അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 60 മിനിറ്റ് ആയിരിക്കും. 60 മിനിറ്റ് 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആയിരിക്കും. ഇനി 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 1 മിനിറ്റ് ഈസ് ഈക്വൽ ടു 60 സെക്കൻഡ്സ് ആയിരിക്കും. 1 മിനിറ്റ് ഈസ് ഈക്വൽ ടു 60 സെക്കൻഡ്സ്. ഒരു ഡാഷ് ഇടുന്നത് മിനിറ്റും 2 ഡാഷ് ഇട്ടാലത് സെക്കൻഡ്സും. റേഡിയൻ മെഷർ നോക്കിക്കേ, റേഡിയൻ മെഷർ നമ്മൾ 360 ഡിഗ്രി എന്ന് പറയുന്നതിനെ റേഡിയൻ മെഷറിലാക്കും. അതായത് 2π റേഡിയൻ മെഷറിലാക്കുമ്പോൾ 2π ആയിരിക്കും. അതായത് നമ്മൾ പൈയിലേക്ക് കൺവേർട്ട് ചെയ്തു. അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, റേഡിയൻ മെഷർ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ 1 റേഡിയൻ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, റേഡിയൻ ഇസ് ഈക്വൽ ടു π/180 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ 1 ഡിഗ്രി ഇസ് ഈക്വൽ ടു 180/π റേഡിയൻ ആയിരിക്കും. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഡിഗ്രി മെഷറിനെ റേഡിയൻ മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ റേഡിയൻ മെഷറിനെ ഡിഗ്രി മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും, 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എക്സാമ്പിൾസ് വെച്ച് നമുക്ക് നോക്കാം. ഓക്കെ, കൺവേർട്ട് 40 ഡിഗ്രി 20 മിനിറ്റ്സ് ഇൻറ്റു റേഡിയൻ മെഷർ. അപ്പം നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, ഇതിനൊന്ന് അറേഞ്ച് ചെയ്യണം. നമുക്ക് തന്നേക്കുന്നത് എന്താ, 40 ഡിഗ്രി 20 മിനിറ്റ്സ് ആണ്. ഈ മിനിറ്റ്സിനെ കൂടെ നമുക്ക് ഏതിലേക്ക് കൊണ്ടുവരണം, ഡിഗ്രിയിലേക്ക് കൊണ്ടുവരണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് നമ്മൾ എന്ത് ചെയ്യും, ഈ മിനിറ്റിനെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും, ഡിവൈഡഡ് ബൈ 60. അതായത് 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു 60 മിനിറ്റ്സ് ആണ്. നമുക്കറിയാം അത് എന്ത് ചെയ്യും, ഡിഗ്രി 20 മിനിറ്റ്സിനെ നമ്മൾ മൊത്തത്തിൽ മാറ്റണം, ഡിഗ്രിയിലേക്ക് മാറ്റണം. അപ്പോൾ ഡിഗ്രിയിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ 20 മിനിറ്റ്സ് എന്നുള്ളതിനെ നമ്മൾ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 20 and 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 40 ഡിഗ്രി 20/60 വരും. 20/60 വരുമ്പം 0 കട്ടായി പോവും. 1 2 is 2, 3 2s are 6, ദാറ്റ് ഇസ് 41/3 ഡിഗ്രി വരും. ഈ 41/3 എന്നുള്ളതിനെ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 40 × 3 120, 120 + 1 121/3 ഡിഗ്രി എന്ന് വന്നു. 121/3 ഡിഗ്രി എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ളതിനെ എന്ത് ചെയ്യണം, 121/3 എന്നുള്ള ഡിഗ്രി വന്നു, അതിനെ എന്ത് ചെയ്യണം, ഇൻറ്റു π/180. ഇൻറ്റു π/180 ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് എന്ത് കിട്ടും, റേഡിയൻ മെഷർ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 121/3 ഇൻറ്റു π/180. π/180 ടു 121 ഇൻറ്റു π, 121π ബൈ 180 ഇൻറ്റു 3, 180 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു 540. ഇതാണ് എന്ത്, റേഡിയൻ മെഷർ. നെക്സ്റ്റ് ഒരു റേഡിയൻ മെഷറിനെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാമല്ലോ. 6 റേഡിയനെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. 6 റേഡിയൻ എന്ന് പറഞ്ഞാൽ 6 റേഡിയൻ ആണ്. 6 റേഡിയൻ ഈസ് ഈക്വൽ ടു റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം, 6 ഇൻറ്റു 180/π, 180/π 6 ഇൻറ്റു 180/π. ഇനി 180/πക്ക് പൈൻ്റെ വാല്യൂ 22/7 ആണല്ലോ. ആ 22/7 കൊടുത്തേ. അപ്പോൾ 6 ഇൻറ്റു 180/22/7. 22/7 ചെയ്യുമ്പോൾ 7 എവിടെ പോകും, 7 മുകളിൽ പോവും. റെസിപ്രോക്കൽ എടുത്ത് ഇൻറ്റു ചെയ്യുമ്പം 6 ഇൻറ്റു 180 ഇൻറ്റു 7/22. ദാറ്റ് ഈസ് ഈക്വൽ ടു 22നെ കൂടെ കട്ട് ചെയ്യാൻ നമുക്കപ്പോൾ എത്ര വരും, 3 2s are 6, 11 2s are 22 ഈക്വൽ ടു
3780 divided by 11. ചെയ്യാൻ പോകുന്നത് ഈ 3780നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമ്മുടെ ഡിവിഷൻ മെത്തേഡിൽ ഡിവൈഡ് ചെയ്യുന്നു. അതായത് 3780 ഡിവൈഡഡ് ബൈ 11. 3 11s are 33. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 7 minus 3 is 4, 48. 4 11s are 44. Then 4 0 3 33. Remainder is 7. അപ്പോൾ നമുക്ക് വന്നത് കോഷ്യൻ്റ് 343 വന്നു. then എന്താ 7/11 മിക്സ്ഡ് ഫ്രാക്ഷനായിട്ട് നമ്മൾ എഴുതുന്നു. 343 7/11 മിക്സ്ഡ് ഫ്രാക്ഷൻ എഴുതുന്നു. നെക്സ്റ്റ് ഇത്രയും ഡിഗ്രി ആണല്ലോ നമുക്ക് വന്നത്. ഇത്രയും ഡിഗ്രീനെ നമ്മൾ മിനിറ്റിലും സെക്കൻഡിലേക്കും കൺവേർട്ട് ചെയ്യണ്ടേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 7/11നെ ഒരു 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 7/11നെ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നോക്കുന്നു. 3 ഡിഗ്രി കിട്ടി. എന്ത് ചെയ്യുന്നു? 7/11നെ ഒരു 60 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 343 ഡിഗ്രി. 7 into 6 is 420/11. നെക്സ്റ്റ് ഇതിനെ വീണ്ടും എന്ത് ചെയ്യുക? ഈ 420/11നെ വീണ്ടും എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 420/11 വീണ്ടും നമ്മൾ ഡിവിഷൻ മെത്തേഡിൽ ഡിവൈഡ് ചെയ്യും. 333. 42 minus 33 90. Then again 11 into 8 is 88 2. നമ്മൾ എങ്ങനെ എഴുതാം? 343 ഡിഗ്രി 38 minutes 2/11. ഈ 2/11നെ വീണ്ടും നമ്മളെന്താ? വീണ്ടും 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? അതിൻ്റെ സെക്കൻഡ്സ് കിട്ടും. ദാറ്റ് ഈസ് 343 ഡിഗ്രി 38 minutes 120/11. നമ്മളിനി 120/11നെ ഡിവൈഡ് ചെയ്യും ഡിവിഷൻ മെത്തേഡിൽ. 120/11. 1 11 is 11. Then 1 0 10. Put 0. Then 0.0. 9 99 1. 10.9 വന്നു. 10.9നെ റൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് എഴുതാം? 11 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 343 ഡിഗ്രി 38 minutes 11 seconds. ഇതാണ് എന്ത്? 6 റേഡിയനിൻ്റെ ഡിഗ്രി മെഷർ.